കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് വരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇത് ചെയ്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ മെസ്സേജ് അല്ലേ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ട് നിങ്ങൾ? ആരും ഇല്ല, എല്ലാവരും ഉറങ്ങുകയാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ പറയണ കേൾക്കാവോ? കേൾക്കാം സർ. ഓക്കെ. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. മെസ്സേജ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 52. ക്വസ്റ്റ്യൻ നമ്പർ 52 ചെയ്തിരുന്നോ നിങ്ങൾ? ഓക്കെ, ചെയ്തിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 52 ഇപ്പൊ ചെയ്യാം. പെട്ടെന്ന് ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 52. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓ, സോറി. ഓക്കെ, സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 52. 52 സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തവരുണ്ടെങ്കിൽ ആൻസർ പറയണേ. കഴിഞ്ഞ ക്ലാസ്സിലത്തെ പോലെ സ്ട്രെങ്ത് ഇല്ല. ഇന്ന് ഫുൾ ടെസ്റ്റ് ഒക്കെ ഉള്ള ദിവസമായിരുന്നു, സൺഡേ ആയിരുന്നു, നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഉള്ളവര് പെട്ടെന്ന് ആൻസർ പറയണേ. ആൻസർ കിട്ടിയോ? ആതിര, അപർണ, അനഘ, ഡെനീല, ശ്വേത, മോനിഷ, അലീഷ. ആൻസർ കിട്ടിയവര് പെട്ടെന്ന് പറയണേ. എല്ലാവരും ഉറങ്ങുകയാണോ? ആൻസർ കിട്ടിയില്ല ആർക്കും? കിട്ടിയ ആൻസർ 52. അലീഷ പറയുന്നു എ ആണെന്ന്. ബാക്കിയുള്ളവര്? അപർണ കെ പി എ. ഓക്കെ, എല്ലാവരും എ പറയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, എല്ലാവരും എ ആണ് പറയുന്നത്. ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ മെസ്സേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ പാസേജിന്റെ മൊത്തത്തിലുള്ള ക്രക്സ് ആദ്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്, മെസ്സേജ് എന്താണ് നമ്മൾ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് നെസസറി ടു പുട്ട് പ്രോപ്പർ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഇൻ പ്ലേസ്. Option B, it is necessary to promote environmental awareness among people. Spread of drug resistant bacteria cannot be done away with as it is inherent in modern medical care. Pharma manufacturing companies should be set up in remote rural areas away from crowded towns and cities. Okay. So 4 ഓപ്ഷനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. ഇനി ഇൻ കേസ് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ? ഈ 4 ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ മെസ്സേജ് എന്നാണ്. അപർണ കെ പി പറയുന്നു സി ആണെന്ന്. ഓക്കെ, എന്തുകൊണ്ടാണ് സി പറഞ്ഞത്? മനസ്സിലായി. എന്തുകൊണ്ടാണ് സി എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്? ബിക്കോസ് എക്സ്ട്രീം. ഈ എക്സ്ട്രീമിന്റെ പിന്നാലെ നിങ്ങൾ എപ്പോഴും പോകരുത്. ഓക്കെ, എക്സ്ട്രീം സെന്റൻസ് ആണ്. ഓക്കെ, സ്പ്രെഡ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ കനോട്ട് ബി ഡൺ അവേ വിത്ത് ആസ് ഇറ്റ് ഈസ് ഇൻഹറന്റ് ഇൻ മോഡേൺ മെഡിക്കൽ കെയർ. ഓക്കെ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ സി അല്ലാണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡി. വൈ ഡി?
സർ റൂറൽ ഏരിയയിലും ടൗൺ ആയാലും പ്രോട്ടോകോൾ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ? അവിടെയും ആൾക്കാരുണ്ടാവുമല്ലോ. യെസ് എക്സാക്ട്ലി. അതായത് ഇപ്പൊ നമ്മൾ ടൗണിൽ ഒരു അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് ഈ ഫാർമ മാനുഫാക്ചറിംഗ് കമ്പനീസിനെ റീഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യുന്നില്ല, പരിഹാരമാകുന്നില്ല. അതൊരു ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ടുള്ള എന്തല്ല ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ വെറും മെസ്സേജ് അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ. സോ ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നതിനെ ഡി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നേരത്തെ ഒരാൾ പറഞ്ഞു ഓപ്ഷൻ സി കുറച്ച് എക്സ്ട്രീം ആണ്. നിങ്ങൾ എക്സ്ട്രീം എന്നുള്ളത് എന്താ പറയാ, ആ സെന്റൻസിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഫോർ എക്സാമ്പിൾ കനോട്ട് അല്ലെങ്കിൽ ഓൺലി, ഓള്, ഇങ്ങനെ ചില വാക്കുകൾ മാത്രം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, എക്സ്ട്രീം ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഐഡിയനെ മാത്രം എടുക്കുക. ഓക്കെ. സോ സ്പ്രെഡ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ cannot be done away with as it is inherent in modern medical care. ഓക്കെ, ഇതിനൊരു മെസ്സേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. എന്നിരുന്നാലും നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇത് മൂന്നും റിസർവ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് കീവേഡിനെ എക്സ്ട്രാക്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നെസസറി ടു പുട്ട് പ്രോപ്പർ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. സോ ഓപ്ഷൻ എയിൽ പറയുന്നത് ഇതിനെ പറ്റിയാണ്, പ്രോട്ടോകോൾസിനെ പറ്റിയാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ ഇതിനെ പറ്റിയാണ് പറയുന്നത്, ഇറ്റ് ഈസ് നെസസറി ടു പുട്ട് എൻവയോൺമെന്റൽ അവയർനെസ്. രണ്ടാമത്തിനകത്ത് എന്ത് വേണം, ആളുകൾക്ക് അവയർനെസ് ഇല്ല, സോ നമുക്ക് അവയർനെസ് കൊടുക്കണം. മൂന്നാമത്തത് സ്പെസിഫിക്കലി എന്തിനെ പറ്റി പറയുന്നു, ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയസിനെ പറ്റി പറയുന്നു. സോ മൂന്ന് ഓപ്ഷൻസിനകത്ത് നമ്മൾ മൂന്ന് കീവേഡ് എന്ത് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാസേജ് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. സോ വൈൽ അവയർനെസ്, ഓക്കെ, അപ്പൊ അവയർനെസിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. വൈൽ അവയർനെസ് ഓൺ യൂസ് ഓർ മിസ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഈസ് കോമൺ നോളജ്, as is the impact of dosing poultry with antibiotic, the environmental impact of antibiotic manufacturing companies not treating their waste has scarcely been discussed at any length or seriousness thus far. ചുരുക്കി പറഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് ഉണ്ടാക്കുന്ന കമ്പനീസ് അവരുടെ വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റി ഇതുവരെ നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ യൂസ് മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്സിനെ പറ്റി നമുക്ക് ഒരുപാട് ധാരണ ഉണ്ടെങ്കിൽ പോലും, അവയർനെസ് ഉണ്ടെങ്കിൽ പോലും, ഈ ആന്റിബയോട്ടിക് മാനുഫാക്ചറിംഗ് കമ്പനീസ് അവരുടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യില്ല, കാര്യമായിട്ട് കൺസേൺഡ് അല്ല, അവയർ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പൊല്യൂഷൻ ഫ്രം ആന്റിബയോട്ടിക്സ് ഫാക്ടറീസ് ഈസ് ഫ്യൂലിംഗ് ദ റൈസ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ്. The occurrence of drug resistant bacteria surrounding the pharma manufacturing plant is well known. ചുരുക്കി പറഞ്ഞ പാസേജിൽ പറയുന്നത് ആ ട്രീറ്റ്മെന്റ് ഫാർമ മാനുഫാക്ചറിംഗ് കമ്പനീസ് അവരുടെ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പാസേജിൽ പറയുന്നത്. അപ്പൊ അതിന്റെ മെസ്സേജ് ആയിട്ട് എന്ത് വരണം, ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് എത്താം, അവയർനെസ് ഓൾറെഡി ഉണ്ട്, പക്ഷെ എന്തിനെ പറ്റി നമ്മൾ അവയർ അല്ല, ഈ ആന്റിബയോട്ടിക് മാനുഫാക്ചറിംഗ് കമ്പനീസ് അവരുടെ വേസ്റ്റ് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പ്രോപ്പറായിട്ട് അവയർ അല്ല. സോ ശരിക്കും വേണ്ടത് എന്താണ്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഉണ്ടാകണം എന്നുള്ളതാണ് പാസേജ് എന്നുള്ള മെസ്സേജ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇതൊക്കെ നിങ്ങൾ ചെയ്തിരുന്നോ? നിങ്ങൾ ചെയ്തുകൊണ്ട് വരാനല്ലേ ഞാൻ പറഞ്ഞ 61. ക്വസ്റ്റ്യൻ നമ്പർ 61. പെട്ടെന്ന് പറ ആൻസർ, പെട്ടെന്ന്. ഡി എല്ലാവരും ഡി. യെസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് ഡി കിട്ടിയെന്ന്? എനിബഡി? പാർവതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഡി കിട്ടിയെന്ന്? പാർവതിക്ക് ആൻസർ ഉണ്ടോ ഡി എ? പാർവതി നല്ല പേര്, UPC ഫ്ലൈയൂർ ഹൈറ്റ്സ്. യെസ് സാർ. ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഡി കിട്ടിയെന്ന്?
മെസ്സേജ് ഈസ് ലോജിക്കലായി തോന്നിയത് ഡി. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെയും മോസ്റ്റ് ലോജിക്കൽ മെസ്സേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മെസ്സേജ് ഷുഡ് ബി ലോജിക്കൽ. ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഐ ആം ഇൻ റീഡിംഗ് റൂം, സോറി, ആയിക്കോട്ടെ. സോ മോഡേൺ ടെക്നോളജി enfeebles societal structure and makes life difficult. Modern life is full of uncertainties and endless difficult choices. We are influenced by the opinion of others and have no courage to follow our own convictions. In our lives, having too few choices may not be good thing, but having too many can be equally as difficult. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ഒരു ലോജിക്കൽ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഇതിനകത്ത് തന്നെ ഒരു കീവേഡ് അല്ലെങ്കിൽ ഐഡിയനെ മാത്രം നമ്മളൊന്ന് എടുത്തെഴുതുക. സോ മോഡേൺ ടെക്നോളജി enfeebles societal structure and makes life difficult. സോ മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ ടെക്നോളജി പ്ലസ് ലൈഫിനാണ് പറയുന്നത്. നെക്സ്റ്റ് മോഡേൺ ലൈഫിൽ ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. സോ മോഡേൺ ലൈഫ് പ്ലസ് അൺസർട്ടനിറ്റീസ്. ഓക്കെ, third one, we are influenced by the opinion of others. So opinion of others. Option D പറയുകയാണെങ്കിൽ in our lives, having too few choices may not be a good thing, but having too many can be equally as difficult. So വളരെ കുറച്ച് ചോയ്സും മാത്രമേ ഉള്ളെങ്കിൽ പ്രശ്നമാണ്, കൂടുതൽ ചോയ്സ് ഒരുപാട് ഉണ്ടെങ്കിലും എന്താണ്, അതും പ്രശ്നമാണ്. സോ ഇതാണ് ഓപ്ഷൻ ഡി എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഏത് ഐഡിയ ആണ് പാസേജിൽ പറയുന്നത് നോക്കാം. ദ പാരഡോക്സ് ഓഫ് ചോയ്സ്. സോ ഇവിടെ എന്തിനെ പറ്റി പറയുന്നുണ്ട്, ഇവിടെ ചോയ്സ് എന്ന് പറഞ്ഞൊരു വേർഡ് വരുന്നുണ്ട്. പാസേജ് തുടങ്ങുന്നതിനകത്ത് തന്നെ ചോയ്സ് ഉണ്ട്. The paradox of choice is illustrated by the story of Buridan's ass. Jean Buridan, the 14th century philosopher, wrote about free will and the inability to choose due to numerous choices and uncertainties. ഇവിടെ ഒരു uncertainty വരുന്നുണ്ട്. യെസ്, മോഡേൺ ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റി വരുന്നുണ്ട്. രണ്ട് കീവേഡ് നമുക്ക് കിട്ടി. In the story, a donkey stands between two equally appealing stacks of hay. Unable to decide which to eat, it starves to death. Changes in technology and innovation, such as smartphone and tablets, only exacerbate our glut of choices. Constant connectivity and overconsumption of real-time data and social media can leave little room for self-reflection and rest, making decisions more difficult. Life is about choices. Many people are overwhelmed with attractive life choices, yet find themselves unhappy and anxious. ശരിക്കും പറഞ്ഞാൽ രണ്ട് കേസ് പറയുന്നുണ്ട്. ഒന്നൊരു 14th century ഫിലോസഫറിന്റെ കഥയിൽ പറയുന്ന ഒരു ആസിന്റെ കഥ പറയുന്നുണ്ട്, അതേപോലെ തന്നെ മോഡേൺ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും മോഡേൺ ലൈഫിനെ പറ്റി മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു, ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു കീവേഡിന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പാസേജിന്റെ ക്രക്സ് കണ്ടെത്തണം. ക്രക്സ് എന്ന് പറഞ്ഞാൽ പാസേജിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഐഡിയന് നമ്മൾ എവിടെ ഐഡിയ ആയിരിക്കും എന്ന് പറയുന്നത് ക്രക്സ് എന്ന് പറയുന്നത്. സോ ഈ പാസേജില് ഒരു പഴയ കാലത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, മോഡേൺ ലൈഫിന്റെ കേസും പറയുന്നുണ്ട്. പക്ഷേ ഓപ്ഷൻ എയിലും ബിയിലും എന്ത് മാത്രമേ ഉള്ളൂ, മോഡേൺ ലൈഫിന്റെ സെനാരിയോ മാത്രമേ പറയുന്നുള്ളൂ. സോ ഈ രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ എയും ബിയും പോയി. ഓപ്ഷൻ സി, we are influenced by the opinion of others and have no courage to follow our own convictions. In our lives, having too few choices may not be a good thing, but having too many can be equally as difficult. ഇതാണ് പാസേജിൽ പറയുന്നത്. കാരണം വളരെ രണ്ട് ചോയ്സ് മാത്രം ഉള്ളതും പ്രശ്നമാണ്. മോഡേൺ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഉള്ളതും പ്രശ്നമാണ്. നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, and can leave little room for self reflection and rest, making decisions more difficult. So ആൻസർ എന്തായിരിക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 72 പെട്ടെന്ന് ചെയ്യണേ.
ആൻസർ പറയണേ കിട്ടിയവര്. ആൻസർ പറട്ടെ. ഓക്കെ, എഡിഷൻ പറയുന്നു എ. മറ്റുള്ളവർക്ക് ആൻസർ ഉണ്ടോ? ശ്വേത എ. ഓക്കെ, ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് എ കിട്ടിയത്? നിങ്ങൾക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസിൽ? ബി ആണോ സാർ കൺഫ്യൂഷൻ? ഡി എലിമിനേറ്റ് ചെയ്തു. എന്തുകൊണ്ട് ശ്വേത ഡി എലിമിനേറ്റ് ചെയ്തേ? ഓക്കെ, ജിബിൻ ഡി എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തേ? പ്രാക്ടിക്കൽ ആവാൻ ചാൻസ് ഇല്ല. യെസ്, അതായത് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മോസ്റ്റ് റാഷണൽ, ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ മെസ്സേജ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. മോഡേൺ സ്റ്റേറ്റ്സ്മെൻ നീഡ് ടു ബി വെൽ ട്രെയിൻഡ് ഇൻ സയന്റിഫിക് മെത്തേഡ്സ് ആൻഡ് ഫിലോസഫിക്കൽ തിങ്കിങ് ടു എനേബിൾ ദം ടു ഹാവ് എ ബെറ്റർ പെർസ്പെക്ടീവ് ഓഫ് ദെയർ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഗോൾസ്. ട്രെയിൻ ചെയ്യിക്കണം എന്നാണ് പറയുന്നത് സയന്റിഫിക് മെത്തേഡിലും ഫിലോസഫിക്കൽ തിങ്കിങ്ങിലും. പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. It is not desirable to have governments managed by empirical statements unless well mixed with others who are grounded in learning and reflect wisdom. അതായത് രണ്ട് ടൈപ്പ് ആളുകൾ. It is not desirable to have government managed by empirical statement unless well mixed with others. അതായത് എന്താ പറയാ, നല്ല വിസ്ഡമുള്ള ആളുകളോടൊപ്പം മറ്റുള്ളവരെയും കൂടി ചേർത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ലാത്തടത്തോളം നല്ലൊരു ഗവൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സി, ആസ് എ statesmen or bureaucrats are the product of a society, it is desirable to have a system of education in a society that focuses on training its citizens in scientific method and philosophical thinking from a very early age. Okay, ഇതും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഓപ്ഷൻ ഡി, it is desirable that all scientists need to be philosophers as well as to make their work goal oriented and thus purposeful and useful to the society. It is desirable that all scientists need to be philosophers. എല്ലാ സയന്റിസ്റ്റും ഫിലോസഫർ ആകണമെന്നുള്ളത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞൊരു ഐഡിയനെ പറ്റി പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്രാക്ടിക്കൽ ഐഡിയ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? പറ്റില്ല. സോ എന്ത് വെട്ടിക്കളയാം? ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ലെ, ബാക്കി നമുക്ക് എയും ബിയും സിയും ഉണ്ട്. അപ്പോ ഓപ്ഷൻ എയിൽ പറയുന്നത് മോഡേൺ സ്റ്റേറ്റ്സ്മെൻ എന്തുണ്ടാക്കണം, സയന്റിഫിക് മെത്തേഡിലും ഫിലോസഫിക്കൽ തിങ്കിങ്ങിലും അവരെ പ്രൊമോട്ട് ചെയ്യണം. രണ്ട്, ഈ എംപിരിക്കൽ സ്റ്റേറ്റ്മെന്റ്സിന് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്സ്മെന്റ്സ് എന്തുമായിട്ട് മിക്സ് ചെയ്യണം, അതേഴ്സ് ഹു ആർ ഗ്രൗണ്ടഡ് ഇൻ ലേണിംഗ് ആൻഡ് റിഫ്ലക്ട് വിസ്ഡം. സോ രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരണം ഒരു ഗവൺമെന്റ് റൺ ചെയ്യാൻ. മൂന്നാമത്തത്, ആസ് എ statesmen or bureaucrat are the product of a society. ഇത് വിട്ടേക്ക്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് സൊസൈറ്റി അത്രയൊന്നും വായിക്കേണ്ട. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഹാവ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഇൻ എ സൊസൈറ്റി ദാറ്റ് ഫോക്കസ് ഓൺ ട്രെയിനിങ് ഇറ്റ് സിറ്റിസൺ ഇൻ സയന്റിഫിക് മെത്തേഡ് ആൻഡ് ഫിലോസഫിക്കൽ തിങ്കിങ് ഫ്രം എ വെരി ഏർലി ഏജ്. സോ ഓപ്ഷൻ എയുടെ ഏതാണ്ട് ഒരു വേറൊരു വേർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ സി എന്ന് പറയുന്നത്.
നമുക്കൊരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വേണം. That system of education should focus on training its citizens in scientific as well as philosophical thinking from a very early age. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും തമ്മിൽ ചില കാര്യങ്ങൾ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട് ആണല്ലോ. എഡ്യൂക്കേഷനെ പറ്റി ഓപ്ഷൻ എയിൽ പറയുന്നില്ല എന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ ബി സി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വരാനാണ് സാധ്യത. നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. സയൻസ് ബൈ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ഇനഫ്. There must be a force and discipline outside the sciences to coordinate them and point to a goal. It is not possible to run a course right when the goal itself has not been rightly placed. What science needs is philosophy. So സയൻസിന് ഫിലോസഫി അല്ലെങ്കിൽ സയൻസ് ഫിലോസഫിയും ചേർന്ന ഒരു സിസ്റ്റം ഓഫ് ഒരു സിസ്റ്റമാണ് ഇവിടെ വേണ്ടത് ആണല്ലോ. അതെ. The analysis of scientific method and the coordination of scientific purposes and results. Without this, any science must be superficial. Government suffers precisely like science for a lack of philosophy. Philosophy bears to science the same relationship with which statesmanship bears to politics. Movement guided by total knowledge and perspective as against aimless and individual seeking. Just as the pursuit of knowledge becomes scholasticism when divorced from the actual needs of men and life, so the pursuit of politics become a destructive bedlam when divorced from science and philosophy. ചുരുക്കി പറഞ്ഞാൽ സയൻസും ഫിലോസഫിയും കൂടെ ചേർന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഇതുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ലല്ലോ, എടുത്ത് നമുക്ക് കാട്ടിക്കളയാം. സോ നമുക്കൊരു സയന്റിഫിക് തിങ്കിങ് വേണം, മെത്തേഡും വേണം, ഫിലോസഫിക്കൽ തിങ്കിങ്ങും വേണം, രണ്ടും വേണം എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ഇതിൽ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തെ പറ്റി പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. സോ വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷൻ സി, എ ആണെന്ന് പറയുന്നത് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ എ. ക്ലിയർ ആണോ? Okay, fine. So that's all about message. Is it option A? Yes, option A ആണ് ആൻസർ. ഞാൻ A എന്നല്ലേ പറഞ്ഞേ? ഇപ്പീസ് ആൻസർ കീൽ ബി ആണോ? ചെക്ക് ചെയ്തോട്ടെ. ഞാൻ അതിന് മുമ്പ് നോക്കിയ ആൻസർ കീസിലൊക്കെ എ ആയിരുന്നു കണ്ടത്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ഇറ്റ്സ് ബി. എന്തുകൊണ്ടാണ് അത് ബി വന്നതെന്ന് നോക്കിയാല് ആൻസർ ബി കിട്ടിയ ആരോ ഉണ്ട്. ഒരു ബി കൺഫ്യൂഷൻ എന്ന് പറഞ്ഞവർ എന്തുകൊണ്ടായിരുന്നു ബിയിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ എന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പലതും പറയുന്നത് ഈ ഫിലോസഫി എന്ന് പറയുന്നത് കുറെ കൂടി എന്താ പറയാ പോയിന്റ് ടു എ ഗോൾ. ഈ ഫിലോസഫിക്ക് എന്ത് വേണം, ഒരു ഗോള് പ്രോപ്പറായിട്ട് വേണം. അതുപോലെ തന്നെ ഈ പ്രോപ്പറായിട്ട് സയൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫിലോസഫി വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഐഡിയനെയും എന്താ പറയാ, സ്റ്റേറ്റ്സ്മാൻഷിപ്പിനെ പറ്റിയാണ് കൂടുതലും പാസേജിൽ പറയുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ഐ തോട്ട് എക്സാമിനേഷൻ ആണ് ആൻസർ ചെയ്തത്, ബട്ട് ഒഫീഷ്യൽ ആൻസർ കീയിൽ ബി ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് UPSC ബി കുത്തിയത്.
ഞാനും എ ആണ് കുത്തിയിട്ടുള്ളത് എന്റെ ഓർമ്മ. ഞാൻ ഒരു കോമ്പ്രഹൻഷൻ കഴിഞ്ഞ ബാക്കിയെല്ലാം കഴിഞ്ഞ തവണ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. കുറച്ചുകൂടി ബി എക്കാരും കുറെ കൂടി ഫാസിലിറ്റിയോട് ചേർന്ന് നിൽക്കുന്നത് എ ആയിട്ട് തോന്നുന്നില്ലേ? It is not desirable to have governments managed by empirical statesmen unless well mixed with others who are grounded in അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ആളുകളെ ഒരുമിച്ച് മിക്സ് ചെയ്തുന്ന ഗവൺമെന്റ് അങ്ങനെ ഒരു ഐഡിയയാണോ ഫാസിൽ പറയുന്നത്? ഐ ഡോണ്ട് നോ. സോ എനിവേ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് 72B വന്നതെന്നുള്ളത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈവൻ പൊളിറ്റിയിൽ തന്നെ GS1 നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയെങ്കിൽ GS തന്നെ ഫൈനാൻസ് ബില്ലിന്റെ ക്വസ്റ്റ്യൻ അവര് ഐ തിങ്ക് അവര് പറഞ്ഞിരിക്കുന്നത് ഓൺലി 2 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ മേ ബി UPSC ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് മെസ്സേജ് എന്ന് പറഞ്ഞൊരു കീവേഡ് ആയിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ്, ഓക്കെ, മെസ്സേജ് പോലെ തന്നെ വരുന്ന വേറൊരു ഐഡിയ ആണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ, ദ മോസ്റ്റ് റാഷണൽ പ്രാക്ടിക്കൽ ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പറഞ്ഞ കൺഫ്യൂഷൻ എക്സാം ഹോളിൽ വെച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ദേവി ഇത് കുത്തരുത്. 50-50 ചാൻസ് അങ്ങ് ലീവ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ GS ആണെങ്കിൽ 50-50 അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞേനെ. പക്ഷേ CSAT 50-50 കുറച്ച് റിസ്കിയാണ്. അതുകൊണ്ട് ബെറ്റർ ടു ലീവ് ദ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ലീവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 45 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി മിനിമം. അപ്പം ഒരുപാട് നമ്മൾ റിസ്ക് എടുത്ത് കുത്തണ്ട, ലീവ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ആൻസർ കുഡ് ബി എ. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ എന്തുകൊണ്ടാണ് അവര് B ആയിട്ട് വന്നതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എനിവേ UPSC ആണ് ഫൈനൽ പറയുന്നത്. ഓ സോറി, പാർവതി പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, സോറി. ഓക്കെ, അപ്പോ അദീല പറയുന്നു എ, പാർവതി എ, ബാക്കിയുള്ളവരും കൂടി പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തീർന്നാൽ അത്രയും പെട്ടെന്ന് നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അൻഷിഫ, ആതിര സുകുമാരൻ, അപർണ KP. ഓക്കെ, ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഒരു കോഡിലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കോൺഫിഡൻസ് നമുക്ക് കിട്ടും. കാരണം ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് റാഷണൽ, പ്രാക്ടിക്കൽ ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നാണ് പാസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആ ആക്ഷൻ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ന് പറയുന്നത് റാഷണൽ ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ് ആയിരിക്കണം. Okay, first one, a national pragmatic legal and policy framework for water allocation should be made. Option B, all river systems of the country should be linked and a huge aquifer created. Water channels between regions of water surplus and regions of water deficit should be created. To mitigate water crisis, water demand of sectors such as agriculture and industry should be reduced. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ റിവർ സിസ്റ്റം എന്ത് ചെയ്യണം, നമ്മൾ ലിങ്ക് ചെയ്യണം. ഓൾസോ ഹ്യൂജ് അക്വഫയേഴ്സ് ഷുഡ് ബി ക്രിയേറ്റഡ്. ഇത് എന്ത് ചെയ്യുന്നില്ല? ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണോ? അല്ല, ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രാക്ടിക്കലായി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി നോക്കി, ടു മിറ്റിഗേറ്റ് വാട്ടർ ക്രൈസിസ് വാട്ടർ ഡിമാൻഡ് ഓഫ് സെക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഒരു വാട്ടർ ഡിമാൻഡ് ഇൻഡസ്ട്രിയിലെയും അഗ്രികൾച്ചറിലെയും, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംഷൻ നടത്തുന്ന രണ്ട് സെക്ടേഴ്സ് ഓഫ് എക്കോണമിയാണ് ഇൻഡസ്ട്രിയും അഗ്രികൾച്ചറും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരുടെ വാട്ടർ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല, അതും എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള രണ്ടെണ്ണം, ഒന്ന് എ നാഷണൽ പ്രാഗ്മാറ്റിക് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ വാട്ടർ അലോക്കേഷൻ. ഓക്കെ, അപ്പൊ ഒരു പോളിസി ഉണ്ടാകണം. നെക്സ്റ്റ്, വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം,
വാട്ടർ ചാനൽസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വെള്ളത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ട ചാനൽസ് ക്രിയേറ്റ് ചെയ്യണം. ഈ 2 ഐഡിയ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏത് ഐഡിയ ആണ് പാസ് ചെയ്യുന്നുള്ളത് നോക്കാം. We often hear about conflict among different states in India over river waters. Of the 20 major river systems, 14 are already water stressed. 75% of population lives in water stressed regions, a third of whom live in water scarce areas. Climate change, the demands of rising population, and the need of agriculture to keep pace and increase the rate of urbanization and industrialization will exacerbate water stress. So water stress in the കാരണങ്ങൾ പലതാണ്, ഒരെണ്ണം മാത്രമല്ല. Climate change, rising population, and the need for agriculture, increased rate of urbanization and industrialization, ഇതൊക്കെയാണ് ഇതിന് കാരണം. വാട്ടർ ഡെഫിസിറ്റ്, വാട്ടർ ക്രൈസിസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. According to the Constitution of India, water is a state subject and not that of union except for regulation of interstate rivers. So യൂണിയൻ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, യൂണിയൻ സബ്ജക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. Key to ensuring balance between competitive demands of various stakeholders is a basin-based approach to allocate water among constituent regions and states. ഇപ്പൊ നിലവിൽ വാട്ടർ അലോക്കേഷനോട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഇത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പ്രശ്നങ്ങൾ പലതാണ്. അതിൽ പോളിസി ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ, പോളിസി ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ മെക്കാനിസം, അതായത് വാട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. വാട്ടർ എന്താ പറയാ, ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ പല വിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പല പ്രശ്നങ്ങൾ നമുക്ക് വാട്ടർ ചാനൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പല പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് വേണം? എ നാഷണൽ പ്രാഗ്മാറ്റിക് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിം ഓഫ് വാട്ടർ അലോക്കേഷൻ ഷുഡ് ബി മെയ്ഡ് എന്നുള്ളതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. സോ വി ക്യാൻ ഗോ വിത്ത് അവർ ആൻസർ എ. ഓക്കെ, ഓക്കെ, സിമിലർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്? എന്താണ് പാസേജിൽ ഇംപ്ലൈ ചെയ്തിരിക്കുന്നത്? പാസേജിൽ എന്താണ് ഓതർ ഉദ്ദേശിച്ചിരിക്കുന്നത്? മിസ്സായിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ ചെയ്യാൻ വിട്ടുപോയതായിരുന്നു. ഡി 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 എല്ലാവർക്കും ഡി ആണോ? ഓക്കെ, ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഡി കിട്ടിയെന്ന്? Anybody? ഓക്കെ, നമുക്ക് തന്നെ നോക്കാം. വാട്ട് ഈസ് ഇംപ്ലൈഡ് ബൈ ദ പാസേജ്? പാസേജിലൂടെ എന്താണ് ഓതർ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ, education system must be strengthened in rural areas. Option B, large scale and effective implementation of skill development program is the need of the hour. Option C, for economic development, health and nutrition of only skilled workers need special attention. Option D, for rapid economic growth as envisaged by us, attention should be paid to health and nutrition of the people. Health and nutrition of only skill. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് എലിമിനേറ്റ് ചെയ്യും? എന്തെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സി വിൽ എലിമിനേറ്റ്. വൈ? ഓക്കെ, ജിബിൻ പറയുന്നു സി എലിമിനേറ്റ് ചെയ്യുന്നു. ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓൺലി സ്കിൽഡ് വർക്കേഴ്സ് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ. എടുത്ത് കട്ടിക്കളയാലോ. സി എന്ന് പറയുന്നത് പൊട്ടത്തെറ്റാണ്. സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്. Okay, sorry. Sir, it's about health and economic growth inscribed in the passage, so we can take the economic development, nutrition എന്ന passage ഫോക്കസ് ചെയ്ത് പറയുന്നത് എക്സാക്ട്ലി. സോ സി നമുക്ക് അത് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ എ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി മാത്രം പറയുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ഹെൽത്തും ന്യൂട്രീഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് നിന്ന് കീവേഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വൺ ഇതിനകത്ത് പറയുന്നത് എഡ്യൂക്കേഷനെ പറ്റി പറയുന്നു. രണ്ടാമത്തിനകത്ത് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഹെൽത്ത് പ്ലസ് ന്യൂട്രീഷൻ ആണ്. ഹെൽത്ത് പ്ലസ് ന്യൂട്രീഷൻ. കൊള്ളാം. മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അപ്പൊ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇതിൽ ഏതെങ്കിലും കീവേഡ് പാസേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് വൺ, മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യൻ വിമൻ ആൻഡ് ഓൾമോസ്റ്റ് എ ക്വാർട്ടർ ഓഫ് ഇന്ത്യൻ മെൻ വർക്കിംഗ് ഏജ് സഫർ ഫ്രം അനീമിയ. സോ ഹെൽത്ത് കിട്ടി. According to studies, they are anywhere from 5 to 15% less productive than they could be as a result thereof. India is also the largest tuberculosis burden, വീണ്ടും health, costing 170 million work days to the country annually. But what is just as important as the loss of productivity now is the loss of potential in the future. It is becoming increasingly clear that on many measures of cognitive ability, malnourished Indian children perform 2 or 3 times worse than their adequately nourished peers. Nourishment. ചുരുക്കി പറഞ്ഞാൽ എഡ്യൂക്കേഷനൊക്കെയായാലും സ്കിൽ ഡെവലപ്മെന്റിനായാലും പാസേജിൽ ത്രൂ ഔട്ട് പറയുന്നത് എന്ത് തന്നെയാണ്? ഹെൽത്തും എഡ്യൂക്കേഷനും ആണ്. സോ വി ക്യാൻ ഗോ വിത്ത് അവർ ആൻസർ ഓപ്ഷൻ ഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ? ക്രക്സ് നമ്മൾ ചെയ്തായിരുന്നു. ക്രക്സ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു 21. ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 ചെയ്തായിട്ട് ഓർമ്മയുണ്ടോ? ഓക്കെ, ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നോ സാർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21. ബി 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 ബി. ഓക്കെ, പിന്നെ അതിന് എല്ലാവരും ബി ആണ് പറയുന്നത്. നിങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ബി ബി എല്ലാവർക്കും ബി. 1 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നു. ഓക്കെ, ഫൈൻ. നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ലോജിക്കൽ ആൻഡ് റാഷണൽ ഇംപ്ലിക്കേഷൻ കൺവൈഡ് ബൈ ദ പാസേജ്. ഓക്കെ, arbitrary curbs on vehicles to reduce pollution are difficult to implement. Knee-jerk reactions cannot solve the problem of pollution, but an evidence-based approach will be more effective. Option C, a heavy penalty should be enforced on those driving without periodic pollution test. Option D, in the absence of laws to deal with the problems of pollution, the administration tend to make arbitrary decision. Okay, fine. So first one, option A എന്തെടുക്കാം? Arbitrary. ഇതിനകത്ത് എന്തെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഫസ്റ്റ് റീഡിംഗിൽ? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ, സോറി, എന്താ പറയാ, ഏതെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ജിബിൻ സി എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഫൈൻ.
സി ആൻഡ് ഡി രണ്ടും എലിമിനേറ്റ് ചെയ്തോ? ആൻഡ് ഡി ഇങ്ങനെ ചറപറ എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ? എന്തുകൊണ്ട് ഡി എലിമിനേറ്റ് ചെയ്തേ? ഓക്കെ ഫൈൻ, ഐ അഗ്രി വിത്ത് യു. എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഡി എലിമിനേറ്റ് ചെയ്തേ? ആർബിട്രറി ഡിസിഷൻസ്, അതിനെന്താ പ്രശ്നം? എന്താ സ്റ്റേറ്റ്മെന്റ് പ്രശ്നം? ആർബിട്രറി ഡിസിഷൻ എന്താ പ്രശ്നം വരിക? നിങ്ങൾ എല്ലാവരും റീഡിംഗ് ഗ്രൂപ്പിലാണോ? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് എനിക്ക് ബോർ അടിക്കുന്നു. ആർക്കെയിലൊക്കെ എന്തേലൊക്കെ മിണ്ടിക്കൂടെ? Sir, A and D sort of contradictory. Sir, and D are sort of contradictory. ഇതൊന്നും മനസ്സിലാവണല്ലോ ഉണ്ണികളെ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, എനിവേ ആർബിട്രറി നമുക്ക് ഓരോ ഓപ്ഷൻസ് അതിന് കീവേഡ് മാത്രം എടുക്കാം. ആർബിട്രറി കർവ്സ് ഓൺ വെഹിക്കിൾസ് ടു റെഡ്യൂസ് പൊല്യൂഷൻ ആർ ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെന്റ്. സോ വെഹിക്കിൾസിനെ ആർബിട്രറി കർവ്സ് ഓൺ വെഹിക്കിൾസ് ആണ് ഓപ്ഷൻ എ. Next, knee-jerk reactions cannot solve the problem of pollution, but an evidence-based approach. Okay, so evidence ആണ് വേണ്ടത്, evidence-based approach. Option C, a heavy penalty should be enforced on those on driving without periodic pollution. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് മുകളിൽ ഹെവി പെനാൽറ്റി കൊണ്ടുവരണം. Option D, in the absence of laws to deal with the problem of pollution, the administration tends to make arbitrary decision. പ്രോപ്പർ ആയിട്ട് പൊല്യൂഷനെ ഡീൽ ചെയ്യാൻ ലോസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു? ആർബിട്രറി ഡിസിഷൻസ് നടപ്പിലാക്കുന്നു. ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻസ് പൊല്യൂഷനെ ഡീൽ ചെയ്യാൻ അവർ കൊണ്ടുവരുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലാകാത്ത നിങ്ങൾ എന്തുകൊണ്ട് ഡി എലിമിനേറ്റ് ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ലോസ് ഇല്ല എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുന്ന പോലെ. ആരെ കുറ്റപ്പെടുത്തുന്നേ? UPSC ആരെയും കുറ്റപ്പെടുത്താനാണോ ഇതൊക്കെ എടുത്തിരുന്നത്? ഒരു പാസേജിൽ ഒരു ചങ്ങായി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പരിധിയിൽ കൂടുതൽ ജഡ്ജ്മെന്റുകൾ പാസേജിൽ എടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമുക്ക് തന്നെ വിരുദ്ധമായി തീരും. ഇപ്പൊ ഞാനിപ്പോ പരമാവധി പാസേജ് വായിക്കുന്നത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പാസേജ് വായിക്കാണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ 4 എണ്ണത്തിൽ 3 എണ്ണം വളരെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും നമുക്ക് വാദമില്ല. നമുക്ക് 2.5 മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് പിന്നെ പരമാവധി വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലോസ് ടു ഡീൽ വിത്ത് പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ, the administration tends to make arbitrary decision. എന്താണ് അതിൽ പ്രശ്നം? ഒരു പ്രോപ്പർ ആയിട്ടൊരു നിയമം ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് തോന്നിയത് പോലെ നമ്മൾ എന്ത് ചെയ്യും? പ്രതികരിക്കും. ഐ മീൻ, ഒരു അഡ്മിനിസ്ട്രേഷൻ തോന്നിയത് പോലെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുക. അങ്ങനെ സംഭവിച്ചൂടെ? ദയവ് ചെയ്തിട്ട് ഓപ്ഷൻ ഡി എന്ന് എലിമിനേറ്റ് ചെയ്യരുത്, അങ്ങനെ ലോജിക്കിനെ പുറത്ത്. ഓക്കെ, സോ ഓപ്ഷൻ എയിൽ പറയുന്നത് ആർബിട്രറി കർവ്സ് ഓൺ വെഹിക്കിൾ, ഓപ്ഷൻ സിയിൽ പറയുന്നത് ആ വെഹിക്കിൾസിന്റെ മുകളിൽ പെനാൽറ്റി കൊണ്ടുവരിക, ഓപ്ഷൻ ബിയിൽ പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക, ഓപ്ഷൻ ഡിയിൽ പ്രോപ്പർ ആയിട്ട് ലോസ് ഇല്ലെങ്കിൽ ആർബിട്രറി ഡിസിഷൻസ് നടപ്പിലാക്കുക അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ഫൈൻ, നമുക്ക് വായിച്ചു നോക്കാം. To tackle the problem of pollution in India, policymakers think that drastic actions like a temporary use of odd even number scheme for vehicle, closing schools, factories, construction activities, and banning the use of certain type of vehicles are a way forward. ചുരുക്കി പറഞ്ഞാൽ വെഹിക്കിൾസിനെ പറ്റി മാത്രമല്ല ഇതിൽ പറയുന്നത്. ഓഡ് ഈവൻ നമ്പർ സ്കീം പറയുന്നുണ്ട്, ക്ലോസിംഗ് സ്കൂൾ പറയുന്നുണ്ട്, ഫാക്ടറീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി, ബാനിങ് ദ യൂസ് ഓഫ് സർട്ടൻ ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ കേവലം നമുക്ക് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ പാസേജിനെ ചുരുക്കി കെട്ടാൻ പറ്റില്ല. സോ ഐ ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. ഇനി നമ്മുടെ ഇതിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചും, 2 ആർബിട്രറി ഡിസിഷൻസ് ഉണ്ടാക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ കാര്യം. ഓക്കെ, vehicles more than 15 years old comprise 1% of total, and taking them off the road will not make a difference. Banning certain fuels and car types arbitrary is not
proper. Diesel engines produce more PM 2.5 less CO2 than petrol or CNG engines. On the other hand, both diesel and CNG engines produce more NOx than petrol engines. No one has measured the amount of NOx that CNG engines are emitting. Arbitrary bans on vehicles that have passed the mandated fitness test and periodic pollution tests are unfair. What is needed is a scientific and reliable information about the source of pollutants on a continuing basis and the technology that will work to reduce pollution from them. So സൊല്യൂഷന്റെ സോഴ്സ് എന്താ പൊല്യൂഷന്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യുക, അതിനൊരു സയന്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പാസേജിൽ പറയുന്നത്. സോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതൊക്കെ അൺസയന്റിഫിക് ആണ്. നമുക്ക് വേണ്ടത് ഒരു എവിഡൻസ് ബേസ്ഡ് സയന്റിഫിക് അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടതെന്ന് പാസേജിൽ പറയുന്നു. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് knee-jerk reactions cannot solve the problem of pollution, but an evidence based approach will be more effective. So the answer is option B. Okay. Okay, Dane. Okay. സോ നമ്മുടെ അടുത്ത കീവേഡിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കീവേഡ് ആണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് പറഞ്ഞ ഫസ്റ്റ് നമ്മൾ കുറച്ച് കീവേഡ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സോ ദ നെക്സ്റ്റ് കീവേഡ് ഈസ് ഇൻഫറൻസ്. എന്താ ഇൻഫറൻസ് ഒരു കീവേഡ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പാസേജിന്റെ ഓവറോൾ ഐഡിയ ആണ്. ക്രക്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെടുത്തു, മെസ്സേജ് നമ്മൾ എടുത്തു. ക്രക്സ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത കീവേഡ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, പാസേജിൽ പറഞ്ഞിട്ടുള്ള എവിഡൻസിന്റെയും ഫാക്ട്സിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻഫറൻസ്. നമുക്ക് പാസേജിൽ എന്താണ് ഇൻഫർ ചെയ്യാൻ പറ്റുക, പാസേജ് നമുക്ക് എന്താണ് ഇൻഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. പാസേജിന് ഇൻഫർ ചെയ്യുമ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പാസേജിൽ പറഞ്ഞിട്ടുള്ള ഫാക്ട്സിന്റെയും എവിഡൻസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഇൻഫറൻസ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. ഓൾസോ വി ക്യാൻ ഗോ ഫോർ റാഷണൽ എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ്. റാഷണൽ എലിമിനേഷൻ ആണ്, നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യരുത്. സോ ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസേജിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എൻറ്റയർ ഐഡിയയുടെ ഒരു സംക്ഷിപ്തമാണ് എന്തെന്ന് പറയുന്നത്, ക്രക്സ് എന്ന് പറയുന്നത്. ആ ക്രക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെസ്സേജ് എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞത്. our third keyword is inference. Inference എന്ന് പറഞ്ഞാൽ പാസേജിൽ തന്നിട്ടുള്ള ഫാക്ട്സുകളും എവിഡൻസുകളും ഡേറ്റാസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, ഇൻഫറൻസ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ഇൻഫർ ചെയ്യാം എന്ന തരത്തിലായിരിക്കും നമ്മുടെ ഇൻഫറൻസ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടായിട്ട് മനസ്സിലാവും. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കീവേഡ് തമ്മിലൊന്നും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കീവേഡിന് പിന്നാലെ ഒരുപാട് പായണ്ട. ജനറൽ ഒരു ധാരണ ഓരോ കീവേഡിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ക്രക്സ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം, മെസ്സേജ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇൻഫറൻസ് എന്താണെന്നൊക്കെ ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടായാൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ ക്രക്സ് നമ്മൾ ചെയ്തതാണ്. Yes, question number 22.